1945 ഓഗസ്റ്റ് 6 രാവിലെ കൃത്യം 8 മണിക്കാണ് ആ സംഭവം നടക്കാനിരുന്നത്. ലോകത്തിലെ ഏറ്റവും തിരക്കുപിടിച്ച ശാന്തമായ ഒരു നഗരം. കുട്ടികൾ സ്കൂളിലേക്ക് നടക്കുന്നു, ഓഫീസുകൾ തുറക്കുന്നു, ആളുകൾ തങ്ങളുടെ സാധാരണ ജീവിതം നയിക്കുന്നു. എന്നാൽ ആകാശത്തിന് മുകളിൽ അവരെയും കാത്ത് ഒരു മരണം വട്ടമിട്ട് പറക്കുന്നുണ്ടായിരുന്നു. വെറും 43 സെക്കൻഡുകൾ കൊണ്ട് ആ നഗരം ഭൂമുഖത്തു നിന്നും അപ്രത്യക്ഷമായി. അന്ന് ആകാശത്തുനിന്ന് പെയ്തിറങ്ങിയത് സാധാരണ മഴയല്ലായിരുന്നു, മറിച്ച് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവനെടുത്ത ഒരു അഗ്നിഗോളമായിരുന്നു. യഥാർത്ഥത്തിൽ അന്ന് ഹിരോഷിമയിൽ എന്താണ് സംഭവിച്ചത്? ആ നിമിഷം ഭൂമിയിൽ നരകം തുറക്കപ്പെടുകയായിരുന്നോ? നമുക്ക് പരിശോധിക്കാം. ഈ കഥ ആരംഭിക്കുന്നത് 1945 രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ അവസാന നാളുകളിലാണ്. അന്നേരം ലോകം 2 ചേരികളിലായിരുന്നു. ജർമ്മനി ഇതിനകം തന്നെ സഖ്യസേനയ്ക്ക് മുന്നിൽ കീഴടങ്ങിയിരുന്നു. എന്നാൽ ഏഷ്യയിൽ ജപ്പാൻ മാത്രം ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിരുന്നില്ല. തോൽവി ഉറപ്പാണെങ്കിലും അവസാന ആൾ ഉള്ളതുവരെ പൊരുതാൻ ജപ്പാൻ സൈന്യം തീരുമാനിച്ചിരുന്നു. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ജപ്പാനെ നേരിട്ട് ആക്രമിക്കുക എന്നത് എളുപ്പമായിരുന്നില്ല. ലക്ഷക്കണക്കിന് അമേരിക്കൻ സൈനികരുടെ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു പൂർണ്ണ യുദ്ധമായിരുന്നു അത്. ഈ സമയത്താണ് അമേരിക്കയും സംഘരാഷ്ട്രങ്ങളും ചേർന്ന് അതീവ രഹസ്യമായ ഒരു പദ്ധതി നടപ്പിലാക്കിയത്, മാൻഹാട്ടൻ പ്രൊജക്ട്. ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വിനാശകരമായ ഒരു ആയുധം, അണുബോംബ്. ഓഗസ്റ്റ് 1 തന്നെ അമേരിക്കയുടെ പ്രസിഡന്റ് ഹാരി ട്രൂമാൻ ജപ്പാനോട് നിരുപാധികം കീഴടങ്ങാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ജപ്പാൻ അത് തള്ളി. തുടർന്ന് ആകാശമാർഗം ആക്രമിക്കാൻ ലക്ഷ്യങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെയാണ് സൈനിക പ്രാധാന്യമുള്ളതും എന്നാൽ ഇതുവരെ വലിയ വ്യോമാക്രമണങ്ങൾ ഏക്കാത്തതുമായ ഹിരോഷിമ എന്ന നഗരം ആ ടാർഗറ്റ് ലിസ്റ്റിൽ ഒന്നാമതായി എത്തിയത്. 1945 ഓഗസ്റ്റ് 6 തിങ്കളാഴ്ച ഹിരോഷിമയിൽ അന്ന് സുഖകരമായ ഒരു പ്രഭാതമായിരുന്നു. രാവിലെ 7 മണിക്കുള്ളിൽ തന്നെ നഗരത്തിന് മുകളിലൂടെ ഒരു അമേരിക്കൻ നിരീക്ഷണ വിമാനം പറന്നുപോയിരുന്നു. റഡാറുകൾ മുന്നറിയിപ്പ് നൽകിയെങ്കിലും ഒതുങ്ങിയ ഒരു വിമാനം മാത്രമായതിനാൽ ജപ്പാൻ സൈന്യം വലിയ ഗൗരവമെടുത്തില്ല. നഗരത്തിൽ എയർ റെയ്ഡ് സൈറണുകൾ നിലച്ചു. ആളുകൾ തങ്ങളുടെ നിത്യജീവിതത്തിലേക്ക് തിരികെ വന്നു. എന്നാൽ ആ നിരീക്ഷണ വിമാനത്തിന് പിന്നിൽ B-29 ബോംബർ വിമാനങ്ങൾ വരുന്നുണ്ടായിരുന്നുവെന്ന് ആരും അറിഞ്ഞിരുന്നില്ല. അതിലൊന്നിന്റെ പേരായിരുന്നു യെനോല ഗെയ്. പൈലറ്റ് കോണൽ പോൾ ഡിബറ്റ്സിന്റെ നിയന്ത്രണത്തിലായിരുന്നു ആ വിമാനം. വിമാനത്തിനുള്ളിൽ ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത യുറേനിയം കൊണ്ടുണ്ടാക്കിയ ആ അണുബോംബ് ഉണ്ടായിരുന്നു. അതിന്റെ പേര് ലിറ്റിൽ ബോയ് എന്നാണ്. രാവിലെ കൃത്യം 8:15 യെനോല ഗോയ് വിമാനത്തിൽ നിന്നും ലിറ്റിൽ ബോയ് എന്ന ആ മാരക ആയുധം താഴേക്ക് പതിച്ചു. ഏകദേശം 45 സെക്കൻഡുകളോളം ആ ബോംബ് അന്തരീക്ഷത്തിലൂടെ താഴേക്ക് കൂകിപ്പായുകയും ഹിരോഷിമ നഗരത്തിന് മുകളിൽ കൃത്യം 1900 അടി ഉയരത്തിൽ വെച്ച് അത് പൊട്ടിത്തെറിക്കുകയും ചെയ്തു. ആ സ്ഫോടനത്തിന്റെ പ്രകാശ തീവ്രത സൂര്യനേക്കാൾ 1000 മടങ്ങ് കൂടുതലായിരുന്നു. ആ നിമിഷത്തിൽ ഹിരോഷിമയുടെ ആകാശം ഒരു നിമിഷത്തേക്ക് പൂർണ്ണമായും വെളുത്തു. താഴെ തെരുവുകളിൽ നടന്നു പോയവരും വീടുകളിൽ ഇരുന്നവരുമായ ലക്ഷക്കണക്കിന് ആളുകൾക്ക് എന്ത് സംഭവിച്ചുവെന്ന് മനസ്സിലാക്കാൻ പോലും സമയം ലഭിച്ചില്ല. സെക്കൻഡിന്റെ 1000-1 സമയം കൊണ്ട് ആ ബോംബ് പൊട്ടിത്തെറിച്ച സ്ഥലത്ത് 4000 ഡിഗ്രി സെൽഷ്യസിലധികം ചൂട് ഉത്ഭവിക്കപ്പെട്ടു. അവിടെയുണ്ടായിരുന്ന മനുഷ്യരും കെട്ടിടങ്ങളും നിമിഷ നേരം കൊണ്ട് ചാരമായി മാറി. പാറക്കല്ലുകളും ഇരുമ്പും പോലും ആ താപത്തിൽ ഉരുകിയൊഴുകി. സ്ഫോടനത്തിന് പിന്നാലെ നഗരത്തെ മുഴുവൻ വിഴുങ്ങിക്കൊണ്ട് ഒരു ഭീമാകാരമായ തീഗോളം രൂപപ്പെട്ടു. പിന്നാലെ വന്ന അതിശക്തമായ കാറ്റും ശബ്ദവേഗതയിലുള്ള ആഘാത തരംഗവും ഹിരോഷിമയിലെ 90% കെട്ടിടങ്ങളും തകർത്തു തരിപ്പണമാക്കി. പല മൈലുകൾ ചുറ്റളവിലുള്ള വീടുകൾ കടപുഴകിയ മരങ്ങൾ പോലെ നിലം പൊത്തി. എന്നാൽ അതുകൊണ്ട് ദുരന്തം അവസാനിച്ചില്ല. അതിഭീകരമായ റേഡിയേഷനും വിഷപ്പുകയും നഗരത്തെ മൂടി. സ്ഫോടന സമയത്ത് രക്ഷപ്പെട്ടവർ പിന്നീട് കറുത്ത മഴയ്ക്ക് ഇരയായി. ആ മഴവെള്ളത്തിൽ പോലും ഉയർന്ന അളവിൽ വിഷാംശവും റേഡിയേഷനും അടങ്ങിയിരുന്നു. വെള്ളം കിട്ടാതെയും പൊള്ളലേറ്റും ദാഹിച്ചും പിടഞ്ഞു വീണ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ശവപ്പറമ്പായി ഹിരോഷിമ മാറി. ഒരൊറ്റ നിമിഷം കൊണ്ട് ഏകദേശം 80,000-ഓളം ആളുകളാണ് തൽക്ഷണം കൊല്ലപ്പെട്ടത്. പിൽക്കാലത്ത് റേഡിയേഷൻ മൂലം ക്യാൻസറും മറ്റ് ഗുരുതര രോഗങ്ങളും ബാധിച്ചു മരിച്ചവരുടെ എണ്ണം ലക്ഷങ്ങൾ കവിയുന്നു. യുദ്ധം ഒരിക്കലും വിജയികളെ ഉണ്ടാക്കുന്നില്ലെന്നും അതിന്റെ ഇരകൾ എപ്പോഴും സാധാരണ മനുഷ്യരാണെന്നും ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടിയ ഏറ്റവും വലിയ നോവാണ് ഹിരോഷിമ. ഒരു യുദ്ധം മനുഷ്യരാശിയെ എത്രത്തോളം നശിപ്പിക്കും എന്നതിന്റെ ഏറ്റവും ഭീകരമായ ഉദാഹരണമാണിത്.
ഇനിയൊരു ലോകമഹായുദ്ധം ഉണ്ടായാൽ അത് ഭൂമിയിലെ മനുഷ്യന്റെ അവസാനമായിരിക്കും എന്ന് ശാസ്ത്രജ്ഞന്മാർ മുന്നറിയിപ്പ് നൽകുന്നത് അതുകൊണ്ടാണ്. ചരിത്രത്തിലെ ഈ കറുത്ത അധ്യായത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? ഇത്തരം ഒരു ദുരന്തം ലോകത്തിൽ എവിടെയും ഒരിക്കൽ കൂടി ആവർത്തിക്കപ്പെടാൻ പാടില്ല എന്ന് നിങ്ങൾ കരുതുന്നില്ലേ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഇത്തരം ചരിത്രപരമായ ഡോക്യുമെന്ററികൾ കൂടുതൽ കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.